എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജയൻ പ്രഭാകർ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്കൊരു ഹൈ പെയ്ഡ് ഓൺലൈൻ കൺസൾട്ടൻ്റ് ആവാൻ സാധിക്കുന്നത് വിതിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. ഓക്കെ, ഞാൻ എൻ്റെ സ്ക്രീനിൽ ഷെയർ ചെയ്യാം. 1-to-1 കൺസൾട്ടിങ്ങിലൂടെ എങ്ങനെയാണ് വരുമാനം സമ്പാദിക്കാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് ഒരു വലിയ പേഴ്സണൽ ബ്രാൻഡ് നിങ്ങൾക്ക് ഓൺലൈൻ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. യെസ്, ഫസ്റ്റ് വൺ, നിങ്ങളുടെ ഫേവററ്റ് ആയിട്ടുള്ള ഏരിയ ഏതാണോ അത് നിങ്ങൾ കണ്ടെത്തണം. ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളുകളുടെ പ്രോബ്ലമാണ് നിങ്ങൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ഏരിയാസ് ഉണ്ട്. ബിസിനസ് ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട്, ബിസിനസ് ഗ്രോത്ത് ഉണ്ട്, പേഴ്സണൽ ഗ്രോത്ത് ഉണ്ട്, അതുപോലെ കരിയർ ഗ്രോത്ത് ഉണ്ട്. ബ്രാൻഡിങ്ങിന് നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സയൻറ്റിഫിക് ആസ്ട്രോ, അതുപോലെ വാസ്തു, ഹെൽത്ത് ആൻഡ് വെൽനസ്, ഹീലിംഗ്, ഒരുപാട് ഏരിയാസ് ഉണ്ട്. അതുകൂടാതെ ഫിസിക്കൽ, മെൻ്റൽ, സ്പിരിച്വൽ, ഇമോഷണൽ ആൻഡ് ഫിനാൻഷ്യൽ, ഇത്രയും പ്രോബ്ലം ഒരു വ്യക്തിയുടെ സോൾവ് ചെയ്യാനായിട്ടൊരു സ്പെസിഫിക് ആ ഒരു ഏരിയ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കും. അത് അപ് ടു യു ആണ്. നിങ്ങൾ ഏത് ഫീൽഡാണോ നിങ്ങൾ കൺസൾട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ഏരിയ നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യണം. മൾട്ടിപ്പിൾ ഏരിയാസിൽ നിങ്ങൾക്ക് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഒരു പ്രത്യേക നിശ ഫോക്കസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇതിനകത്ത് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. യെസ്, അതുപോലെ കൗൺസിലിംഗ് സെക്ടറിലേക്ക് നിങ്ങൾക്ക് കിടക്കാവുന്നതാണ്. നമുക്കറിയാം, ധാരാളം കൗൺസിലിംഗ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഓഫ്ലൈൻ കൗൺസിലേഴ്സ് ഉണ്ട്, അതുപോലെ ഓൺലൈൻ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. കപ്പിൾസിന് വേണ്ടി നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഫാമിലി കൗൺസിലിംഗ്, അതുപോലെ സ്റ്റുഡൻസിന് വേണ്ടി കൗൺസിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഏരിയ തിരഞ്ഞെടുത്തുകൊണ്ട് ആ ഒരു ഏരിയയിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഹൈപ്പേഡ് കൺസൾട്ടൻ്റായി മാറാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഇതിന് ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്, ക്ലയൻസിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഇതിൽ നിന്നും ലഭിക്കും? അവർക്ക് ഗ്യാരൻറ്റീഡ് റിസൾട്ട് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഗ്യാരൻറ്റി റിസൾട്ട് ക്ലയൻസിന് ലഭിക്കും. അതുകൂടാതെ സാറ്റിസ്ഫാക്ഷൻ കിട്ടും, ഹാപ്പിനെസ് കിട്ടും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-to-1 കൺസൾട്ടേഷനാണ്. കൺസൾട്ട് ചെയ്യുന്ന വ്യക്തിയും ക്ലയൻറ്റും മാത്രമേ ഉള്ളൂ. അപ്പം നല്ല അറ്റൻഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ക്ലയൻസിന് റിസൾട്ട് കിട്ടും, സാറ്റിസ്ഫാക്ഷൻ കിട്ടും, ഹാപ്പിനെസ് കിട്ടും. അയാൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന് എല്ലാ പ്രോബ്ലത്തെ സോൾവ് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. യെസ്, നെക്സ്റ്റ് വൺ, അഡ്വാൻറ്റേജസ് ഓഫ് കൺസൾട്ടൻ്റ്. ആസ് എ കൺസൾട്ടൻ്റ് എന്ന നിലയിൽ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? റൈറ്റ് ഫോക്കസ്, നിങ്ങൾക്ക് ആ ക്ലയൻറ്റിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഹൈ പെയ്ഡ് കൺവേർഷനിലേക്ക് പെട്ടെന്ന് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ടൈം ഫ്രീഡം കിട്ടും. അതുപോലെ നോ നീഡ് ഓഫ് ഹ്യൂജ് ആർട്സ്, അതായത് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ കൊടുക്കുന്ന, ഇൻസ്റ്റാഗ്രാമിലോ അതുപോലെ യൂട്യൂബിലോ കൊടുക്കുന്ന രീതിയിൽ വലിയൊരു ഹ്യൂജ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. ക്യാൻ ഗ്രോ പേഴ്സണൽ ബ്രാൻഡ്, നിങ്ങൾക്ക് നിങ്ങളുടെ ആസ് എ പേഴ്സൺ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും ത്രൂ കൺസൾട്ടേഷനിലൂടെ. അതുപോലെ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും, അതുപോലെ ധാരാളം സംതൃപ്തി നിങ്ങൾക്കുണ്ടാകും. കാരണം നിങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രോബ്ലത്തെ നിങ്ങൾ സോൾവ് ചെയ്യുകയാണ്. അത് ഫിസിക്കലി ആയിക്കോട്ടെ, മെൻ്റലി ആയിക്കോട്ടെ, ഫിനാൻഷ്യലി ആയിക്കോട്ടെ, അല്ല ബിസിനസ് ആയിക്കോട്ടെ, ഏത് ഏരിയ ആയിക്കോട്ടെ, ഹെൽത്ത് ആയിക്കോട്ടെ. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അതൊരു വലിയൊരു കാര്യമാണ്. അപ്പോൾ അത് സോൾവ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മഹത്തായ കാര്യമാണ്, ഒരു സർവീസാണ്. സോ അത് വലിയൊരു അഡ്വാൻറ്റേജാണ്. പ്രത്യേകിച്ച് ഈ മറ്റ് ഡിജിറ്റൽ കോച്ചിങ് ഇൻഡസ്ട്രിയേക്കാളും കൂടുതൽ, മീൻസ് ഒരു ഹൈബ്രിഡ് കൺസൾട്ടേഷനേക്കാൾ കൂടുതൽ മെച്ചമായിട്ടുള്ളൊരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആർക്ക് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഫോൺ മാത്രം മതി. ഞാൻ എൻ്റെ ഫോണിലാണ് കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോണിൽ ജസ്റ്റ് സൂം എടുക്കും, ചിലപ്പം കാണേണ്ട കേസാണെന്നുണ്ടെങ്കിൽ കണ്ട് സംസാരിക്കും, ഇല്ല ഫോണിൽ കൂടെ സംസാരിക്കും. വളരെ ഈസി ആയിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇൻകം ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നല്ല റിസൾട്ട് കൊടുക്കാനായിട്ടും സാധിക്കും. ഹൗ ടു ബിഗിൻ, എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഹൗ ടു ബിഗിൻ? യെസ്, ഒരു സ്മാർട്ട് ഫോൺ ധാരാളം മതി. അതോടെ ഒരു സൂം അക്കൗണ്ട് വേണം. അതുപോലെ പേയ്മെൻറ്റ് ഗേറ്റ് വേസ്, ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റംസ്, ഗൂഗിൾ പേ, പേടിഎം, ഫോൺ പേ, അതുപോലെ NEFT. അതിനുശേഷം നിങ്ങളൊരു മൈക്രോ വീഡിയോ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ക്ലയൻറ്റിന് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതായത് നിങ്ങളുടെ കൺസൾട്ടേഷനിലൂടെ എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടും
എന്ന് വ്യക്തമാക്കുന്ന രീതിയിലൊരു മൈക്രോ വീഡിയോ നിങ്ങൾ ഒരു 1 മിനിറ്റ് അല്ല 2 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വീഡിയോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക്, ഫാമിലി സർക്കിളിലേക്ക് ഇതിനെ ഷെയർ ചെയ്യുക. എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, എങ്ങനെ എനിക്ക് ഇതിൽ നിന്ന് വരുമാനം സമ്പാദിക്കാമെന്നായിരിക്കരുത്, മറിച്ച് എങ്ങനെ നല്ല റിസൾട്ട് എൻ്റെ ക്ലയൻറ്റിന് കൊടുക്കാനായിട്ട് സാധിക്കും. എൻ്റെ അടുത്ത് ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ അയാളുടെ പ്രോബ്ലം എനിക്ക് എങ്ങനെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും സിസ്റ്റമാറ്റിക്കലി, എത്രയും വേഗത്തിൽ. അപ്പോൾ ആ ഒരു ഫോക്കസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധാരാളം റെഫറൻസ്, ആ ക്ലയൻറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് വലിയൊരു റെഫറൻസ് നിങ്ങൾക്ക് കിട്ടും. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഡോക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ പല അഡ്വക്കേറ്റ്സ് ഉണ്ട്. പിന്നെ വ്യക്തിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇന്ന രോഗത്തിനുള്ള മരുന്ന്, അത് വളരെ എക്സ്പെർട്ടാണ്, അതിൽ നിന്ന് പറഞ്ഞ് പോകുന്നതാണോ നല്ലത്, അതോ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ട്, ഒരു പത്രത്തിലോ മീഡിയയിലോ അഡ്വർടൈസ്മെൻറ്റ് കണ്ട് പോകുന്നതായിരിക്കുമോ കൂടുതൽ? ആളുകൾ തീർച്ചയായിട്ടും ഓർത്തഡോക്സിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ശരിയല്ലേ? കാരണം എക്സ്പീരിയൻസ് കിട്ടിയ ആളാണ്. സോ ആ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ഈ മേഖലയ്ക്കുണ്ട്. റിസൾട്ട് കിട്ടിയ ആളുകൾ നിങ്ങളെ തീർച്ചയായിട്ടും റെഫർ ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് കൺസൾട്ടേഷൻ, 1-to-1 കൺസൾട്ടേഷൻ, നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് നിങ്ങൾക്ക് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കും വളരെ ഈസി ആയിട്ട്, വിത്തൗട്ട് എ ഹ്യൂജ് അഡ്വർടൈസ്മെൻറ്റ്. വലിയൊരു അഡ്വർടൈസ്മെൻറ്റ് ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ എങ്ങനെയാണ് ഇത് ഫീസ് സ്ട്രക്ചർ എങ്ങനെ നിങ്ങൾക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും? ആദ്യം ഒരു 2500 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് മീൻസ് ഒരു 5 ക്ലയൻറ്റ്സ് വരെ നിങ്ങൾക്കൊരു 2500 റുപ്പീസിന് നിങ്ങൾക്ക് അവരെ കൺസൾട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഒരിക്കലും ഫ്രീ കൺസൾട്ടേഷൻ കൊടുക്കരുത്. കാരണം എല്ലാ നോളജസിനും ഒരു വാല്യൂ ആണ്. നമ്മൾ അവരുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാക്കുകയാണ്. ആ ഒരു കോൺഫിഡൻസ് ആദ്യം നിങ്ങൾക്കുണ്ടാവണം. ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ആദ്യം ഉണ്ടാവണം, അല്ലേ? നമുക്ക് അവരുടെ ലൈഫിൽ നമുക്ക് ചേഞ്ചസ് വരുത്തുകയാണ്, അവർക്ക് റിസൾട്ട് കൊടുക്കണം. അപ്പോൾ ഒരിക്കലും ഫ്രീ ഒരിക്കലും ഒരു കാരണവശാലും കൊടുക്കരുത്, അതിന് വാല്യൂ ഉണ്ടായിരിക്കത്തില്ല. സോ 2500 രൂപ നിങ്ങൾ ചാർജ് ചെയ്യുക ഫസ്റ്റ് സെഗ്മെൻറ്റിൽ. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റേജ് ഒരു 5 ക്ലയൻറ്റിന് നമുക്ക് നല്ല രീതിയിൽ കൺസൾട്ട് ചെയ്യാൻ സാധിച്ചു, ക്ലയൻറ്റിനും റിസൾട്ട് കിട്ടി, നമ്മളും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് മൂവ് ചെയ്യാവുന്നതാണ്. ദാറ്റ് മീൻസ് ഒരു 5000 റുപ്പീസ് മുതൽ നിങ്ങൾക്ക് ചാർജ് ചെയ്യാവുന്നതാണ് ഒരു ക്ലയൻറ്റിന്. ഓക്കെ, അതിലും ഒരു 5 അല്ലെങ്കിൽ ഒരു 6 വ്യക്തികൾ നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് തേർഡ് സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാവുന്നതാണ്. ദാറ്റ് മീൻസ് ഒരു 10,000 രൂപ മുതൽ 1,00,000 രൂപ വരെ നിങ്ങൾക്ക് ഒരു സിറ്റിങ്ങിന് ചാർജ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഹൈ പെയ്ഡ് ടിക്കറ്റിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോകാനായിട്ട് സാധിക്കും. ഇന്ന് മനസ്സിലാക്കുക, ഇന്ന് ഇന്ത്യയിൽ 50 ലക്ഷം രൂപ ഒരു സിറ്റിങ്ങിന് വാങ്ങുന്ന ആളുകളുണ്ട്. 50 ലക്ഷം രൂപ ഓൺലൈൻ കൺസൾട്ടേഷൻ, ഫിസിക്കലല്ല, നേരിട്ടല്ല, ഓൺലൈൻ കൺസൾട്ടേഷൻ 50 lakhs റുപ്പീസ്. രാജീവ് തൽറേജ, അതുപോലെ സാം ഓവൻസ്, അതുപോലെ പൂജ പുനീത്, ഇവരൊക്കെ പൂജ പുനീതൊക്കെ 3 days കൊണ്ട് തന്നെ 30 lakhs കവർ ചെയ്ത് കഴിഞ്ഞു. 3 days ഇൻകം ത്രൂ കൺസൾട്ടേഷൻ. ആലോചിച്ച് നോക്കി. അപ്പം വലിയൊരു ഇൻഡസ്ട്രിയാണ്. തീർച്ചയായിട്ടും ആർക്ക് വേണമെങ്കിലും ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാവുന്നതാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷനൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ ഒരു കോൺഫിഡൻസാണ്, എനിക്കിത് ചെയ്യാൻ സാധിക്കും, എനിക്ക് ആളുകളെ സർവീസ് കൊടുക്കാനായിട്ട് സാധിക്കും, നല്ല രീതിയിൽ ആളുകളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാണ്ട് എനിക്ക് സാധിക്കും. അത് ഏത് ഏരിയ ആണോ എന്ന് വെച്ചാൽ നിങ്ങളത് സെലക്ട് ചെയ്യുക. ഇതിന് സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ഗൈഡൻസ് ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനത്തെ സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാംസുകളുണ്ട്. കൂടുതൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഒരു ഫേസ്ബുക്ക് VIP ഗ്രൂപ്പുണ്ട്, ഗ്ലോബൽ ഡിജിറ്റൽ ഇന്നോവേറ്റേഴ്സാണ് VIP ഗ്രൂപ്പിൻ്റെ പേര്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനകത്ത് മെമ്പർ ആകാവുന്നതാണ്. അതിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നമുക്ക് ഡയറക്റ്റ് സംസാരിക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കോ ബന്ധുക്കളിലേക്കോ അല്ല മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങളത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓൺലൈൻ മേഖലയായിട്ട് ബന്ധപ്പെട്ട, ഡിജിറ്റൽ കോച്ചിങ് ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അപ്ഡേഷൻസ് ചാനലിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. ബൈ.